നാത്തൂനേ. അമ്പോ, ഇതാര്? നേതാവിനെ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. തിരക്കല്ലേ കൊച്ചേ, ഭയങ്കര തിരക്ക്. പണിയൊന്നും കഴിഞ്ഞില്ലേ നിന്റെ? പണി കഴിഞ്ഞിട്ട് മെഴുക്കുരട്ടിയാ കൂടെ മതി. ആണോ? എന്തുണ്ട്? എന്ത് നമ്മുടെ ഒരു തിരക്കും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലേ, നീ കേട്ടിട്ടില്ലേ ഈ രാജാവും പ്രജകളും എന്നുള്ള പരിപാടി? അങ്ങനെ കേട്ടിട്ടില്ലേ പണ്ട്? അതുപോലെയാണ് എൻ്റെ അവസ്ഥ. എന്ത്? നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ചുറ്റും ഈ പാവപ്പെട്ട മനുഷ്യരെ കണ്ണീരും കൈയും പരാതി പറച്ചിലും ഒപ്പിട്ടൊപ്പിട്ടൊപ്പിട്ടൊപ്പിട്ട് വലഞ്ഞ്. അതിന് ചേച്ചി എന്തിനാ ഒപ്പിടുന്നത്? ചേച്ചി വെള്ളം കൊടുത്തിട്ട് ഇന്നല്ലേ അങ്ങോട്ട് ഇറങ്ങിയത്. ചേച്ചിയുടെ ഒപ്പിനൊക്കെ എവിടെ വില? പറഞ്ഞാ വിശ്വസിക്കൂല്ല ലില്ലി. നീ ഇപ്പൊ പറഞ്ഞില്ലേ എന്തിനാ ഒപ്പിടണേന്ന്? ഞാൻ അടുത്ത ആഴ്ച ന്യൂഡൽഹി പോവാ. ഡൽഹിക്കാ? എന്റെ പൊന്നെ ചേച്ചി, ക്ലീറ്റോ ചേട്ടൻ ഇത്രയും നാളും ആ പാർട്ടിയുടെ പുറകെ കണ്ടിട്ട് ഡൽഹി ഒന്ന് കണ്ടിട്ട് പോലും. അത് ഇത് തന്നെ എല്ലാരും പറയണത്. അപ്പുകുട്ടൻ സാറ് ഞാൻ ഇന്ന് സ്റ്റേജിൽ കയറി 2 വാക്ക് പ്രസംഗിച്ചു. എന്തുവാ പ്രസംഗിച്ച? വനിതകൾക്ക് സമൂഹത്തിലുള്ള പ്രാതിനിധ്യം, അതായിരുന്നു സംസാര വിഷയം. ഞാൻ പറഞ്ഞു തുടങ്ങിയതും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് വെറുതെ ഒന്ന് പാളി അപ്പുകുട്ടൻ സാറിനെ നോക്കി. കണ്ണ് നിറഞ്ഞൊഴുകുന്നു. അതയാളുടെ കണ്ണിന് വല്ല അസുഖം ഉണ്ടായിട്ടായിരിക്കും. നല്ല അസൂയ ഉണ്ടല്ലോ. എനിക്കെന്താ അസൂയ? ചേച്ചി പോയി രക്ഷപ്പെട്ട എനിക്കും കൂടെ അല്ലേ അതിനൊരു, എനിക്കും പറയാലോ അതെന്റെ നാത്തൂനാന്ന്. ഇതാണ് കാര്യം. അപ്പൊ പറയാനുള്ള വിശ്വാസം വരുന്നില്ല, അത്രേ ഉള്ളൂ. നീ ഇതേ ആ കമല ചേച്ചിനോടൊന്ന് ചോദിച്ചു നോക്കി. അവരൊക്കെ അവിടെ വന്ന് നിൽപ്പണ്ട. എനിക്ക് മൈൻഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. കമല ചേച്ചിനെ അറിയൂലേ, മറ്റേ റേഷൻ കടയുടെ അടുത്തുള്ളത്. ഞാനിങ്ങനെ പരാതി കേൾക്കുന്നു, അത് ഇങ്ങനെ അങ്ങോട്ട് വിളിക്കുന്നു ഇങ്ങോട്ട് വിളിക്കുന്നു. ഇന്നൊരു ചേച്ചി എൻ്റെ പിന്നെ അത് അവരെ കണ്ട സഹിക്കൂല. അവർക്ക് കേൾക്കുന്നേ, അവർക്ക് അവരുടെ റേഷൻ കാർഡ് APL. പക്ഷേ അവർക്ക് വീടില്ല, TV ഇല്ല, കറണ്ട് ഇത് ഇപ്പം അങ്ങനെ കിട്ടിയത്. അങ്ങനെ ആകെ കഷ്ടതയിൽ, പണിയൊന്നുമില്ല. 19 വയസ്സായ അമ്മച്ചിയാ. അവർക്ക് APLന്റെ കാർഡ് കൊടുത്തേക്കണേ. അവർ വന്ന് കരയാണ്. എന്നിട്ട് പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞ അപ്പൊ തന്നെ ശരിയാക്കി കൊടുത്തു. ഒരൊപ്പിട്ട് അങ്ങ് അയച്ചു കൊടുത്തു. പിന്നെ ശരിയാ. പിന്നെ ചേച്ചിയുടെ APL മാറ്റി BPL ആക്ക്. അതിന് നമുക്ക് പറ്റൂലല്ലോ. അതെന്തൊറ്റി? ഞാൻ രാഷ്ട്രീയത്തിലൊക്കെ വെള്ള സാരിയിലൊക്കെ അഴുക്കാവും മാറും. ഞാനിനി രാഷ്ട്രീയത്തിലൊക്കെ വന്നില്ലേടി. ഇനി നമുക്ക് അങ്ങനെ BPL മാറാൻ പറ്റൂല. നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറ. പിള്ളേരെന്ത് എവിടെ ഉണ്ടോ? അവിടെ മുത്ത് നോക്കുന്നുണ്ട് അവനെ. നാളെയും പോണം. രാത്രി 10 മണിയാകുമ്പത്തേനും രാവിലെ പോണം. 2-3 സാരി എടുക്ക ക്ലീറ്റോ ചേട്ടനോട് പറഞ്ഞ്. സാരിയൊന്നും പോവണ്ടേ? ഒരു സാരിയല്ലേ ഉള്ളു, അതങ്ങ് മുഷിയും. സാരി ഉണ്ടടേ. എന്തൊരു ജാട. രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയില്ല, അതിന് മുമ്പേ ജാട. എടി ഒരു ഗ്ലാസ് പാല് തരും. നല്ല ക്ഷീണം. പാലില്ലേ ചേച്ചി? കൊണ്ടായിരുന്നത് ഒറ ഒഴിച്ച്.